ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ പൊന്നൂൻ്റെ മുടി വെട്ടാൻ കൊണ്ടുവന്ന വീഡിയോസാണ്. അപ്പോൾ പൊന്നൂൻ്റെ മുടി വെട്ടുന്നതിന് മുമ്പ് നമ്മൾ പോകുമ്പോൾ ജിൽമോളെ സ്കൂളിൽ പറഞ്ഞേക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുടി കെട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മുടി വെട്ടുന്നത് കാണണം എന്നൊക്കെ പറയുന്നത്, പക്ഷേ ടൈമില്ലാത്തതുകൊണ്ട് ഓളെ സ്കൂളിലാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് മുടി വെട്ടാൻ പോകാൻ. പിന്നെ എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പനിയും ചുമയും ജലദോഷമൊക്കെ വന്നിട്ട് മുടി മൊട്ടടിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. എനിക്ക് തീരെ താല്പര്യമില്ല മുടി വെട്ടടിക്കണമെന്നും. പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾ ഈ ജലദോഷം പനിയും വരുമ്പോഴൊക്കെ ഇങ്ങനെ പറയും മുടി ഉണ്ടായിട്ടാണ്, അപ്പോൾ മുടി വെട്ടി ഒഴിവാക്കുക, മൊട്ടടിക്കുക, പിന്നെ നല്ല മുടി വന്നോളും എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും ഞാൻ സമ്മതിച്ചു കൊടുത്തിട്ടോ. അപ്പോൾ അങ്ങനെ കൊണ്ടുപോവാണ്. മൊട്ടടിക്കണം എന്ന് വിചാരിക്കേണ്ടത് നിൽക്കുമെന്നൊന്നും അറിയില്ല. ഓൾക്കാണെങ്കിൽ പരിചയമില്ലാത്ത ആരെ കണ്ടാലും ഓൾ നിൽക്കില്ല, ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്കൂളിൽ പറഞ്ഞയക്കണ തിരക്കാണ്. ജിൽമോളെ മാറ്റി കൊടുത്ത് പൗഡറൊക്കെ ഇട്ടുകൊടുത്ത് മുടിയൊക്കെ കെട്ടി കൊടുക്കാണ് കേട്ടോ. അപ്പോൾ രാവിലെ വേഗം ഒരുവിധം പണിയൊന്നും തീർന്നിട്ടില്ല. അപ്പോൾ വന്നിട്ട് എടുക്കാൻ വിചാരിച്ച് അത് കഴിഞ്ഞ് മുടി വെട്ടിയിട്ട് വേണം. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു സെൻറ്റർ ഉണ്ട്, അവിടെ പോയി പൊന്നൂനൊന്ന് കാണിക്കും വേണം. ചുമയിട്ട് ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ വണ്ടി കയറി പോവാണ് കേട്ടോ. അപ്പോൾ മുടി വെട്ടുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞങ്ങളെ പോയിക്കാണ്. ജിൽമോളെ സ്കൂളിലാക്കി കൊണ്ട് പോയില്ല. മുടി വെട്ടുന്ന അവൾ കുറേ ദിവസം പറയുന്നു പോകുമ്പോൾ എനിക്ക് ദേഷ്യം വരും, മൊട്ടടിക്കാന്നൊക്കെ പറയുന്നു. അവളെ കൊണ്ടുപോകാതെ നിൽക്കുമ്പോൾ ദേഷ്യം വരും കേട്ടോ. മറങ്ങട്ടെ കേട്ടോ. ഞങ്ങൾ അമ്മമ്മല്ലേ ഇങ്ങോട്ടൊന്ന് വരാം കേട്ടോ. അപ്പോൾ അവൾക്ക് മനസ്സിലാവുന്നത് ശരിയാവും. നമ്മൾ പിടിച്ച് കൊണ്ടുപോകുന്നതാണ് കേട്ടോ. അത് പിന്നെ എൻ്റെ കൈ വെട്ടിയിട്ടാണ് കൈ പിടിച്ച് നടക്കണം. അപ്പോൾ അവിടുന്ന് തന്നെ കരച്ചിലാണ് കേട്ടോ. മൊട്ടടിക്കാനൊക്കെ വിചാരിച്ചതാണ്. അവിടെ എത്തിയപ്പോൾ ആകെ പറഞ്ഞിട്ടോ. പിന്നെ അയ്യേ ഫോട്ടത്തിൽ കണ്ണാടിയിൽ. അപ്പം ഇതാ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. പോയ സന്തോഷം ഉത്സവം ഒന്നും പിന്നെ ഇല്ല കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടാളും പിടിച്ച് വെച്ചിട്ടാണ് മുടി വെട്ടാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഒരു പറഞ്ഞ് മൊട്ടടിക്കുകയാണെങ്കിൽ കൈ കൊണ്ട് തട്ടി ബുദ്ധിമുട്ടാക്കുകയാണെങ്കിൽ പിന്നെ പകുതി വെച്ച് നിർത്തും, ആകെ അലങ്കോലമായി പോവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, മുടി ചെറുതാക്കി വെട്ടിയാൽ മതി, എന്നാൽ പിന്നെ പ്രശ്നമില്ല പറഞ്ഞു. അങ്ങനെ പിന്നെ മൊട്ടടിക്കുന്നതാണ് നിർത്തി, മുടി ചെറുതാക്കി വെട്ടിയാട്ടോ ചെയ്തത്. അപ്പോൾ നല്ല കരച്ചിലാണ്, ഭയങ്കര കരച്ചിലാണ്, പിടിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ അധികം കുട്ടികൾക്ക് തന്നെ വെള്ളത്തിൽ കളിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അവർക്ക് ചുമയും കഫൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ മുടി ഒന്നായിട്ട് മൊട്ടടിച്ചാൽ വെള്ളത്തിൽ കളിച്ചാൽ അങ്ങനെ വെള്ളം ഇറങ്ങൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിനാണ് പോയത്. പക്ഷെ ആകതായിപ്പോയി, സമ്മതിച്ചില്ല. അപ്പോൾ പിന്നെ ചെറുതാക്കി വെട്ടാമെന്ന് വിചാരിച്ചിട്ടോ. ആ മൂക്കൊന്നും ഒലിക്കുന്നുണ്ട്, ജലദോഷം പിടിച്ചിട്ട് പനിയുണ്ട്, കഫക്കെട്ട് ഇങ്ങോട്ട് മാറണേ ഇല്ല. വരും, പിന്നെ മരുന്ന് കുടിക്കുമ്പോൾ മാറും, പിന്നെ അതേപോലെ തന്നെ വരും കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ സുഖമില്ല കഴിഞ്ഞാൽ അതിന് ഭയങ്കര പ്രയാസമാണ് നമുക്ക്. അപ്പോൾ എന്തായാലും വേണ്ടില്ല എന്ന് വിചാരിച്ച് അങ്ങനെ പോയതാണ്. അപ്പോൾ ഇതാ
അങ്ങനെ ഇതാ ഞങ്ങൾ ഇവിടെ സെൻറ്ററിലെത്തിട്ടോ. ഞങ്ങൾ അങ്ങാടി തന്നെയാണ്, കുറച്ചൊന്ന് പോയാൽ മതി. അപ്പോൾ സെൻറ്ററിൽ പോയി ഡോക്ടറിനെ കാണിച്ച് മരുന്നൊക്കെ വാങ്ങാൻ വിചാരിച്ചു. അപ്പോൾ ആദ്യത്തെ ഷീട്ടൊക്കെ കൊണ്ടുപോയി, അതിൽ മാറണമെന്നില്ലേന്നു. അപ്പോൾ പിന്നെ മാറ്റി കാണിച്ച് മരുന്നൊക്കെ ഒരു തന്നിട്ടോ. അപ്പോൾ അതും കൊണ്ട് വീട്ടിലേക്ക് വേഗം പോകാൻ വിചാരിച്ച്. അങ്ങനെ സമയം ഒരു 11 മണി ആയിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിൽ പോയി മരുന്നൊക്കെ കൊടുത്ത് പൊന്നൊരു ഭാഗമാക്കി. അപ്പോൾ ഇതാണ് മുടി വെട്ടിയിട്ടുള്ള ഫോട്ടോസ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.